ആരാകും സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ച് എല്ലാ മുന്നണികളും തിരക്കിട്ട കൂടിയാലോചനകളിലാണ്. ആരിട ഷൗക്കത്ത് കൂടെ ചേരുകയാണ്. അപ്പോൾ UDF-ൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് താങ്കളുടേത് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, ഞാൻ എൻ്റെ പേരുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്, ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ട കാര്യമാണ്. UDF ആയിട്ട് ആലോചിച്ചിട്ട് അവർ പ്രഖ്യാപിക്കേണ്ട കാര്യമാണ്. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഒരു തെരഞ്ഞെടുപ്പിന് ഇതിനു മുൻപൊന്നും ഞങ്ങൾ നടത്താത്ത അത്രമാത്രം മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. ഒരു വലിയ ശതമാനം വോട്ട് പുതിയ ആളുകളെ നമുക്ക് എൻറോൾ ചെയ്യാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല, ബൂത്ത് തലത്തിൽ കമ്മിറ്റികളുണ്ടാക്കി ആ കമ്മിറ്റിയുടെ ഒരു ഒന്നാംഘട്ട പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു. മാത്രമല്ല, പബ്ലിസിറ്റിയുടെ കാര്യത്തിൽ ചുമരെഴുത്തുകൾ പോലും, സ്ഥാനാർത്ഥിയുടെ പേര് വെക്കാതെ ചുമരെഴുത്തുകൾ പോലും നിങ്ങൾക്ക് നിലമ്പൂർ പോയാൽ കാണാൻ പറ്റും. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഇത്രമാത്രം ഞങ്ങളൊരു മുന്നൊരുക്ക പ്രവർത്തനം ഇതിനു മുൻപ് ഒരു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നടത്തിയിട്ടില്ല. അത്രത്തോളം ഒരു കോൺഫിഡൻസിലാണ് അപ്പോൾ ഉള്ളത്, അത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് പോകുന്നത്. നേതാക്കളൊക്കെ പറയുന്നത് ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ ആയിട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അന്തിമ ലിസ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടാവുമല്ലോ? അല്ല, അത് നമുക്കറിയില്ലല്ലോ, അത് നേതാക്കന്മാർക്കല്ലേ ആ കാര്യങ്ങൾ അറിയൂ. ഏതെങ്കിലും ഘട്ടത്തിൽ അതിലൊരു ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടോ? ഇനി അറിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ വിവരങ്ങളൊന്നുമല്ല. അതൊക്കെ നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്, ഹൈക്കമാൻഡ് തീരുമാനിക്കേണ്ടതാണ്. അത് നിലമ്പൂർ തിരിച്ചു പിടിക്കാം. ഇപ്പോൾ 3 പതിറ്റാണ്ട് 1% 100-ന് പുറത്തൊരു ശതമാനം ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിയിട്ട് പറയാം, നിലമ്പൂർ തിരിച്ചു പിടിക്കും. നല്ലൊരു ഭൂരിപക്ഷത്തിന് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ സാധിക്കും. UDF-ൽ നിന്ന് പോയ ആരെങ്കിലും അല്ലെങ്കിൽ UDF-ൽ നിന്ന് ആരെങ്കിലും അടർത്തി മാറ്റി LDF സ്ഥാനാർത്ഥിയാകാമെന്നൊക്കെയുള്ള പല തരത്തിലുള്ള ചർച്ചകളൊക്കെ അതിൻ്റെ ഇടയിലൊക്കെ നടന്നിരുന്നു. അതൊക്കെ എനിക്ക് തോന്നുന്നു അതൊക്കെ നിങ്ങളുണ്ടാക്കുന്ന ചർച്ചകളായിരിക്കാം, അല്ലാതെ എനിക്കറിയില്ല. അങ്ങനെ ചർച്ചകൾ നടന്നുവെന്നുള്ള വിവരമൊന്നും നമുക്കറിയില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, UDF-ന് വലിയ ഭൂരിപക്ഷത്തോട്, ഒരു ചരിത്ര ഭൂരിപക്ഷത്തോടു കൂടി നിലമ്പൂരിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതായിരിക്കും? അതായത് സർക്കാരിനെതിരെയുള്ള ഒരു വിധിയെഴുത്ത് എന്നുള്ളതാണോ? എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ കാര്യങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. PV അൻവറിൻ്റെ UDF-ലേക്കുള്ള പിന്തുണ വന്നിട്ടുണ്ട്. ഇന്നത്തെ നിങ്ങൾ ചോദിച്ച കാര്യമുണ്ട്. അതേപോലെ തന്നെ മാറിയ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, നിലമ്പൂരിലെ പ്രാദേശികമായ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് വളരെ അനുകൂലമായൊരു അന്തരീക്ഷം. മറ്റു ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ പാലക്കാടൊക്കെ ഉള്ളതുപോലെ തന്നെ ഒരു വലിയ വിജയം ഉണ്ടാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ആരിട ഷൗക്കത്തുള്ളത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അത് ഏറ്റവും എൻഡിലേക്ക് എത്തിയിരിക്കുന്നു.